കല്ലടിക്കോടിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടുന്ന കാർ കാട്ടാന തകർത്തു. നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയാണ്. പാങ് സ്വദേശി പ്രദീപിൻ്റെ കാറാണ് കാട്ടാന തകർത്തത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്ന് പുലർച്ചെ 12:30 കൂടിയാണ് ഒരു ശബ്ദം കേട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ പാങ് സ്വദേശിയായിട്ടുള്ള പ്രദീപിന്റെ കാറിന് സമീപം ഈ ആന നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വീടിന് മുന്നിൽ നിർത്തിയിട്ട് ഈ കാർ ഭാഗികമായി ആന തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാറിന്റെ 2 ഡോറും പുറകുവശവും തകർന്നിട്ടുണ്ട്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഈ ആന നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ഇവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു. പാങ് 3 ഏക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ എത്താറുണ്ട്. ഇതൊരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന പരാതി. അവർ വലിയ ഭീതിയിലാണ് ഇതോടുകൂടി. ശനിയാഴ്ച രാത്രിയും ഒരു തോട്ടത്തിലെ 10ഓളം തെങ്ങുകൾ കാട്ടാനകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ ഈ നേരത്തെ വേനൽക്കാലത്തൊക്കെ ആണ് കൂടുതലായി ഈ കാട്ടാനക്കൂട്ടം ഇങ്ങനെ എത്താറുള്ളത്. ചൂടുകാലത്തൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ പക്ഷേ മഴ തുടങ്ങിയിട്ടും ഈ വെള്ളമൊക്കെ അന്വേഷിച്ച് ഭക്ഷണമൊക്കെ അന്വേഷിച്ച് ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതും. താങ്ക് യു നിഖിൽ പ്രമേഷ്.